പ്ലാറ്റ്ഫോമിലേക്ക് 60 മൈൽ സ്പീഡിൽ വരുന്ന ട്രെയിനിൽ 50 കിലോ ഭാരമുള്ള ഒരു വ്യക്തി എത്ര വേഗത്തിൽ ഓടിയാൽ കയറാൻ സാധിക്കും? എന്തിനാ ചിരിച്ചേ? ഏയ് ഒന്നുമില്ല. ഇതിൽ എന്ത് ജോക്കാ ഉള്ളത്? ആ കണക്കിലൊരു പ്രോബ്ലം ഉണ്ട്. എന്ത് തെറ്റുണ്ടോ? എന്ത് തെറ്റാടാ? 60 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിർത്താനാവില്ല. അതുപോലെ ട്രെയിനിന്റെ പുറകെ സ്കൂൾ പിള്ളേരെന്നല്ല സൂപ്പർമാൻ വിചാരിച്ചാൽ ഓടിയെത്താൻ ഒക്കില്ല. മൂക്കിടിച്ച് വീഴും. ഇങ്ങനത്തെ റോങ് എക്സാമ്പിൾസ് പറയല്ലേ അച്ഛാ, പിള്ളേർ ചീത്തയായി പോവും. നിക്കടാ, എന്നാ കറക്റ്റ് കിടക്ക് നീ ഒന്ന് പറ. ഒരു 50 കിലോ ഭാരമുള്ള മനുഷ്യൻ 1 കോടി രൂപയുടെ BMW കാറിൽ ഒരു റെയിൽവേ സിഗ്നലിൽ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ട്രെയിൻ ക്രോസ് ചെയ്യുന്നതിന് എത്ര ടൈം എടുക്കും? ഇങ്ങനെ ചോദിക്കച്ച. ഫ്യൂച്ചറിനെ കുറിച്ച് ആശയം ഉണ്ടാവും. ചെറുപ്പം മുതൽ ട്രെയിനിലല്ലേ, എപ്പോഴെങ്കിലും കാറും വേണ്ടേ? തോട്ടിലെങ്കിലും റിച്ച് ആവാൻ നോക്കച്ച. ഫ്രീ അല്ലേ? ഈ കണക്ക് ചെയ്ത് നാളെ കൊണ്ടുവരണം. അയാളുടെ കണക്കാണോ? അവൻ പറഞ്ഞിട്ട് പോയതല്ല, ഞാൻ പറഞ്ഞത്. അങ്ങനെ ഓടുമ്പോ ട്രെയിനിന് മുമ്പിൽ വീണാലോ സർ? വീണാ ചത്തുപോവും. കണക്ക് പഠിക്കണേ, പറയുന്നത് കേട്ടോണം. അല്ലാത്ത ഇങ്ങോട്ട് വരണ്ട. മാറങ്ങോട്ട് മാറ്. എന്താ അമ്മയും മോനും കൂടെ ഇത്രയ്ക്കങ്ങ് ചിരിക്കാൻ? ഞങ്ങളപ്പോ ചിരിക്കരുതെന്നാണോ പറയുന്നത്? ഇവനുമായി ചേർന്നിപ്പോ നീയും വഷളാവുന്നുണ്ട്. അമ്മേ, ഒരു ദോശ കൊടുത്ത ഒന്നല്ല 10 എണ്ണം നിന്ന് ഫയൽവാനെ പോലാവും. ആ മസിൽ കണ്ടോ? ഗുസ്തി പിടിക്കാനല്ലാതെ എന്തിനു കൊള്ളാം? അത് കാണിക്കാൻ വേണ്ടിട്ടാ എന്റെ ഫ്രണ്ട്സ് വരുമ്പോ കട്ട് ബനിയനൊക്കെ ഇട്ടാണ് നടക്കുന്നത്. അമ്മോ, ബെസ്റ്റ് ഫ്രണ്ട്സ്. മോനെ, നീ വീട്ടിൽ ഷർട്ട് ഇട്ടോടെ നിന്നാ മതി, കണ്ണുപെടണ്ട. നന്നാവുന്ന ലക്ഷണം കാണുന്നില്ല. രാത്രി 2 മണിക്ക് വന്ന് കിടന്നിട്ട് പകല് 12 മണി വരെ ഉറക്കവും. വെളുപ്പിനെ എണീച്ച് ശീലിച്ചാൽ തന്നെ ആരും നന്നാവും. വെളുപ്പിന് കോഴികൾ ഉണരുന്നുണ്ടല്ലോ, എന്നിട്ട് നന്നായോ? ചിക്കൻ തിന്നാൻ കൊള്ളാം. പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? അച്ഛാ, ഇങ്ങനെ മിഡിൽ ക്ലാസ് ആയി ജീവിക്കാൻ എന്നെ കൊണ്ടാവില്ല. കോടികൾ കൊണ്ട് കളിക്കണം. ലൈഫ് ഒറ്റയടിക്ക് സെറ്റിൽ ആവണം. സൂപ്പർ മാർക്കറ്റിൽ ക്ലിയറൻസ് സെയിൽസിന് വേണ്ടി ക്യൂ നിൽക്കാനോ സിനിമാ ടിക്കറ്റിന് വേണ്ടി തല്ലുണ്ടാക്കാനോ എന്നെ കിട്ടില്ല. ഞാൻ സിനിമയ്ക്ക് എന്നാലേ ഒരു റോ കാലി ഉണ്ടാവണം. എന്നാ ഒരു കാര്യം ചെയ്യ്, വലിയൊരു ഗുണ്ടയാ നോക്ക്. ഒരു റോ എന്തിനാ? ഹാള് മൊത്തം കാര്യമായി കിട്ടും. പണം ഉണ്ടാക്കുന്ന അത്ര ഈസിയാന്ന് വിചാരിച്ചോടാ? പണം സമ്പാദിക്കുന്ന അത്ര വലിയ കാര്യമൊന്നുമല്ല. ആരാടിയത്? ചലഞ്ചിൽ ചിരഞ്ജീവിയാണ് അച്ഛാ. ആ ഓളി ഒന്ന് കുറച്ച് വെച്ചേക്ക്. ഹിറ്റ് സിനിമയാ. സമ്പാദിക്കാന്ന് വെച്ചാ 1-2 രൂപ സമ്പാദിക്കല്ല. ഞാൻ 5 വർഷം കൊണ്ട് 50 ലക്ഷം സമ്പാദിച്ച് കാണിക്കാം. അത്ര ക്ഷമയൊന്നും എനിക്കില്ല. ഒരു 10,000 രൂപ എടുക്ക. ഒരു 2 മണിക്കൂറിൽ അത് ലക്ഷമാക്കി കാണിക്കാം. 2 മണിക്കൂറിലോ? എന്റെ 4 മാസം ശമ്പളം അത്. 120 ദിവസത്തെ അധ്വാനം. നീ അത് 120 മിനിറ്റ് കൊണ്ട് നേടുവല്ലേ? അവനത് ചെയ്യും. അവൻ വിളഞ്ഞു വിത്ത. 10,000. ഞാൻ ചോദിച്ച 100 രൂപ പോലും തരില്ല. എന്തിനാ തരുന്നത്? അവൻ സമ്പാദിക്കാൻ വേണ്ടിയാ ചോദിക്കുന്നത്, നിന്റെ കൂട്ട് ചെലവാക്കാൻ വേണ്ടിയല്ല. ആന്റിമാര് ഈ മഴയത്ത് എന്ത് ചെയ്യാ? ഒന്നുമില്ല മോനെ, പുതിയ കുട വാങ്ങിച്ചു. നല്ലതാണോ നോക്കിയതാ. ഇവനെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ആകാശവാണി, തിരുവനന്തപുരം, തൃശൂർ, എന്താണ് കാര്യങ്ങള്? രാജകുമാരനും മന്ത്രവാദിയും എന്ന തുടർ നാടകത്തിന്റെ 2ാം ഭാഗം ആരംഭിക്കുന്നു. കഥാസാരം: സർ, അർജന്റായിട്ട് ഒരിടത്ത് പോണം. എനിക്ക് ഒരു ലിഫ്റ്റ് തരാമോ പ്ലീസ്? പ്ലീസ് സർ. താങ്ക് യു. തിരിച്ചറിവുകളില്ലാത്ത ആ പ്രായത്തിൽ രാജകുമാരൻ നിധിയോടുള്ള ഭ്രമത്താൽ സ്വയം എല്ലാം മറക്കുന്നു. അച്ഛന്റെ ഉപദേശങ്ങൾ പോലും. ഇനി തുടർന്ന് കേൾക്കുക. ഓ, റൂബിക്സ് ക്യൂബ്, വെരി ഇൻട്രസ്റ്റിംഗ്. എവിടേക്കാ? 6 പബ്ബിലേക്ക്. പാർട്ടിക്കാ? പാർട്ടി കൊടുക്കാൻ പൈസയില്ല, പാർട്ടിക്ക് പോകാനുള്ള സ്റ്റേറ്റസും ഇല്ല സർ. പിന്നെ IPL സീസൺ അല്ലേ, ചെറിയ ബെറ്റിംഗ്. ഇവിടെ അത്ര വലിയ ബെറ്റിംഗ് നടക്കുന്നുണ്ടോ? എന്താ സാർ ഈ പറയുന്നത്? ഈ സിറ്റിയിലെ 6 പബ്ബില് ഈ ഒരു ഒറ്റ രാത്രി കൊണ്ട് സ്റ്റേറ്റ് ബജറ്റിനേക്കാൾ വലിയ ബെറ്റ് നടക്കും. പോലീസിന് അറിയില്ലേ? അറിഞ്ഞ അവിടെ തന്നെ ഉണ്ടാവും. ബാങ്ക് കൊള്ളടിച്ചാൽ പോലും അവരറിയില്ല. എപ്പോഴും റേഡിയോ വിളിച്ചു. അതെന്റെ ഇഷ്ടോ, ഞാൻ അതേ വെക്കൂ. ആ സർ, ഇവിടെ നിർത്തിക്കോ. സെക്കൻഡ് ലെഫ്റ്റ്, 3rd ബിൽഡിംഗ്. പൈസ സൂക്ഷിച്ചോ, ആരെങ്കിലും അടിച്ചോണ്ട് പോവാതെ. ഞാൻ ക്ലവറാണ് സർ, എന്റെ പൈസ ആരും കൊണ്ടുപോകില്ല. ക്ലവറാണെന്ന് സ്വയം ഇങ്ങനെ പറയാവോ? പറയാമല്ലോ സർ. ആഫ്റ്റർ ഓൾ സിഗരറ്റ് പാക്കറ്റിന്റെ പുറത്ത് ഇത് വലിക്കരുത്, അപകടമാണെന്ന് എഴുതി വെക്കും പോലെ എന്നെ പോലുള്ളവരെ തൊട്ട് കളിച്ചാൽ അതും അപകടമാണെന്ന് കൂടി എഴുതി വെക്കണ്ടേ സർ? അതല്ലേ അതിന്റെ ശരി? ബൈ, സീ യു. ഈ കളേഴ്സൊക്കെ ഒരു സൈഡ് സെറ്റ് ചെയ്യണമെങ്കിൽ തന്നെ മിനിമം ഒരാഴ്ചയെങ്കിലും വേണം. അവനത് 5 മിനിറ്റ് കൊണ്ട് ചെയ്തു. എന്താടാ ലേറ്റ് ആയത്? ഏയ്, സൂര്യ സാർ കാലുമായി, പിന്നെ മറ്റേ അലവലാതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ലേറ്റ് ആയി. എന്താണ് അവസ്ഥ? RCB 182. എന്റെ അമ്മോ,
CSK 148 for 4. ധോണി ഉണ്ടോ അതോ പോയോ? ഉണ്ടടാ 20 ബോൾസിൽ 45 റൺസ്. എങ്കിൽ കുഴപ്പമില്ല. എത്രയുടെ ബെറ്റിംഗ്? 1:12. ഒരു ബിയർ. ഏയ് ശരിക്ക് പറയടാ, ഞാൻ അച്ഛൻ്റെ അടുത്ത് ഭീഷ്മ ശബ്ദം ചെയ്ത് വന്നിരിക്കുക. ഡേയ് അത് ശരിക്കും സിമ്പിളാടാ. ആ. ധോണി അടിച്ചു കയറുകയാണെങ്കിൽ ലക്ഷം ഉറപ്പ്. ആ. അടിച്ചില്ലെങ്കിൽ 12,000 പോക്ക. എൻ്റെ കയ്യിൽ 10 ഉണ്ട്. ആ 2 ഞാൻ കൊടുത്തല്ലോ. എഴുതി. CSKയുടെ 12 രൂപയ്ക്ക് മുകളിൽ ലക്ഷം വെച്ചേക്കും. ആ അക്കോർഡിംഗ് ടു യു ആര് ജയിക്കുമെന്നാണ് സാർ? ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാ, ഞാൻ CM ആവുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവര് ജയിച്ചാലും ഇവര് ജയിച്ചാലും എനിക്കെന്താടാ? പോയി പണി നോക്ക്. ഇതെന്താ? ഇതോ ഇവൻ താഴെ ഇരിക്കുമ്പോഴാ ധോണി 4 അടിച്ചത്. അതിന്റെ ത്രില്ലിൽ സ്റ്റക്ക് ആയിരിക്കാം. ധോണി 6 അടിച്ചത് കണ്ടോടാ? ഞാൻ 12 അടിച്ചു, പിന്നാണോ? ഏയ് ഡഗ്ലസ്, 1 ലക്ഷം. ദൈവമേ, ഇവർ ജയിക്കോടാ. ചാനല് മാറ്റാം. ഇതെത്രയാടാ? സാറും ആരോടെങ്കിലും ബെറ്റ് വെച്ച് കുടിച്ചായിരുന്നോ? എന്താ സാറിത്? എനിക്ക് ലൈസൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ബാർ നടത്തുന്നേ. അവർ കാശ് എന്നിട്ടാ കുടിക്കുന്നേ. സാറിന് എന്താ പ്രോബ്ലം? ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ ഉണ്ട്. റെയ്ഡിന് വന്നതാ. ഇറിറ്റേറ്റ് ചെയ്തത് കൊണ്ടാ വരുന്നത്. സർ, ഞാൻ മുകുന്ദനാണ് സർ. ആ, മെയിൻ റോഡിൽ നിന്നും സെക്കൻഡ് ലെഫ്റ്റ് 3rd ബിൽഡിംഗ്. സർ, സിറ്റിയിൽ ഈസ്റ്റ് ഫോർട്ട് നെഹ്റു നഗർ റോഡിൽ ഒരു എക്സലന്റ് പബ് ഉണ്ട് സർ. ഈ ഒരൊറ്റ രാത്രിയിൽ ഇവിടെ സ്റ്റേറ്റ് ബഡ്ജറ്റിനേക്കാളും വലിയ ബെറ്റ് നടക്കും സർ. നമ്മുടെ അടുത്ത സ്റ്റേഷനിലുള്ളവർ അങ്ങോട്ട് അയക്കേ. സർ. അവിടെ ID പാർട്ടി മധു ഉണ്ടാവും. സർ. ഈ ഇൻഫർമേഷൻ അങ്ങോട്ട് പാസ് ചെയ്യ്. ഓക്കെ സർ. നീ എന്തിനാടാ ചിരിക്കുന്നേ? ഇതിലെന്താ ജോക്കുള്ളേ? ഞാൻ സംസാരിക്കുമ്പോ കോമഡി വരുമെന്ന് നീ ചിരിക്കുന്നവരെ എനിക്കറിയില്ലായിരുന്നടാ. ഇപ്പൊ സാറിനോട് പറഞ്ഞ ഈ അഡ്രസ്, സെക്കൻഡ് ലെഫ്റ്റ് 3rd ബിൽഡിംഗ്, എക്സാക്റ്റ് ആയിട്ട് കണ്ടു തന്നെയാ പറഞ്ഞിരിക്കുന്നത്. എക്സലന്റ് പബ്ബിലെ ബെറ്റിംഗ്, സ്റ്റേറ്റ് ബഡ്ജറ്റിനോളം പണം, ഇതൊക്കെ ഞാൻ പറഞ്ഞ വാക്കുകളാ. കേൾക്കുമ്പോ എങ്ങനെയാ സാർ ചിരിക്കാതിരിക്കുന്നത്? അപ്പൊ ഞങ്ങളെ ഇൻഫോം ചെയ്തത് ക്രിമിനൽസാ? തീർച്ചയായിട്ടും. വല്ല വെൽവിഷേഴ്സും ആണെങ്കിലോ? അങ്ങനെയുള്ളവരാണെങ്കിൽ അവരുടെ പേര് നമ്പർ ഉണ്ടാവും. അനോണിമസ് കോൾ സർ. ഓക്കെ, ഐ ബിലീവ് യു. അവർ ക്രൈം ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ എന്തായിരിക്കും അത്? പകുതി പോലീസ് ഇവിടെയും ബാക്കിയുള്ളവർ എക്സലന്റ് പബ്ബിലുള്ളപ്പോ കൺട്രോൾ റൂമിനടുത്തുള്ള ബാങ്ക് കൊള്ളയടിക്കാൻ ഇതിലും ബെസ്റ്റ് ടൈം പിന്നെ വേറെ ഏതാണ് സർ? അവർ കൊള്ളയടിക്കുമെന്നുള്ളതിന് ഗ്യാരണ്ടി എന്താ? ഈ മഴയത്ത് ഇത്രയും പേര് ഒരേ കാറിൽ എങ്ങോട്ടാണ് സർ? കല്യാണത്തിന് പോകുന്നവരല്ല. നാട്ടിലേക്കാണെങ്കിൽ ലഗേജ് ഇല്ല, മുഖം മറയ്ക്കാനുള്ള മങ്കി ക്യാപ്പുകൾ, വയർ ഫെൻസിങ് കട്ട് ചെയ്യാൻ പറ്റുന്ന കട്ടർ, ലോക്കറുകൾ ഓപ്പൺ ചെയ്യാനുള്ള ടൂൾ ബോക്സ്, അതിനേക്കാൾ ഉപരി എല്ലാ കണ്ണുകളിലും ഭയം. ഒരുത്തന്റെ ഫേസിലും സന്തോഷമില്ല. വലിയ ജോലി ചെയ്യുമ്പോഴോ വലിയ തെറ്റ് ചെയ്യുമ്പോഴോ മാത്രമേ മനുഷ്യനിങ്ങനെ ആവുകയുള്ളൂ. ഇതെങ്ങനെ വിശ്വസിക്കും? സാറിനെന്നല്ല, ലോജിക് ആർക്കും വേണ്ട. എല്ലാവരും മാജിക്കിന്റെ പുറകെ. അതുകൊണ്ടാ ഇവിടെ സയന്റിസ്റ്റിനേക്കാൾ സന്യാസിമാര് ഫേമസ്. പ്രഭു, ലെറ്റ്സ് ഗോ.